ഇന്ന് ഞാനൊരു 7 മണി ആവാറായ സമയത്തായിരുന്നു കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായത്. വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എൻ്റെ അലക്കൽ ഒരു സൈഡിൽ നിന്ന് നടത്തുന്നുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് പണികൾ തുടങ്ങാൻ കാരണം ഇന്ന് ഞാൻ ചോറൊന്നും ഉണ്ടാക്കുന്നില്ല, ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് മൂക്കും കൊടുക്കുന്നത്. അപ്പം അത് തലേന്നേ ചെയ്തു വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി പരിപാടികൾ മാത്രമേ നമുക്ക് നോക്കേണ്ടതില്ല. കാരണം അരിയൊക്കെ ഓൾറെഡി സെറ്റായണല്ലോ. അപ്പോൾ ഞാനിന്ന് അടുപ്പിലാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. ആഴ്ചയിൽ നമ്മൾ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, ഒരു ദിവസം ഗീ റോസ്റ്റ് ഉണ്ടാക്കും, ഒരു ദിവസം പുട്ടുണ്ടാക്കും. അപ്പോൾ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ടാണ് ആക്കൽ. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഞാനിങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഇഡ്ഡലീൻ്റെ വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നാണ് എൻ്റെ ഇക്കാക്ക ദുബൈയിലേക്ക് തിരിച്ചു പോണത്. അപ്പോൾ മോള് സ്കൂളിൽ അയച്ചതിന് ശേഷം എനിക്കിനി എൻ്റെ വീട്ടിലേക്കും പോകണം. അപ്പോൾ ഇന്നലെ ഉച്ചക്കായിരുന്നു ഇക്കാക്ക പോയിട്ടുണ്ടായത്. കറക്റ്റ് ഒരു മാസമായി ഇക്കാക്ക വന്നിട്ട്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ അവിടെ വീട്ടിൽ, ഇക്കാക്ക ഇല്ല സമയത്ത് ഒരു പ്രാവശ്യം മാത്രമേ വീട്ടിൽ പോയിട്ടുണ്ടായിട്ടു. പിന്നെ ഒരു പ്രാവശ്യം ഇക്കാക്ക ഇങ്ങോട്ടേക്ക് വന്ന്, പിന്നെ ഇപ്പോൾ ഇന്നലെയും ഞാൻ പോയി ഓന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവിടെ നിൽക്കാനൊന്നും നിന്നിട്ടില്ല. കാരണം മോൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോളെ വീട്ടിലാക്കിയിട്ടാണല്ലോ പോണത്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ വൈകുന്നേരം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്കൊരു 2:30 സമയത്ത് ഇറങ്ങുന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഒരു 3:30 ആയപ്പോഴാണ് ആൾ ഇറങ്ങിയിട്ടുണ്ടായത്. ഇവിടുന്ന് നമ്മുടെ കണ്ണൂരിൽ നിന്ന് തന്നെയാണ് പോണത്. അപ്പോൾ ഇക്കാക്കാനെ കാണാൻ വേണ്ടി പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഒട്ടുമിക്ക പണികളൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ വൈകുന്നേരം തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പണികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സെയിം സാധനം തന്നെ ലഞ്ചിനും കൊടുക്കുന്നുണ്ട്, ആ പണിയും ഇല്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്നി ഉണ്ടാക്കണം. തക്കാളി ചട്നിയാണ് മോക്കിഷ്ടം, അതുകൊണ്ട് അതാണ് ഉണ്ടാക്കൽ. തേങ്ങ ചട്നി ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ അതുണ്ടാക്കലില്ല. അപ്പം എനിക്കായാലും ഈ ഒരു തക്കാളി ചട്നി തന്നെയാണ് ഇഷ്ടം. ആക്കുന്ന സമയത്ത് കുറച്ച് ബർക്കത്തിലാക്കി വെക്കും. ഇഡ്ഡലി ബാറ്ററിനെ കൊണ്ട് തന്നെ ഞാൻ ഗീ റോസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ പിന്നെ സെയിം 2 ദിവസം കഴിക്കാനുള്ള ബാറ്റർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 2 ദിവസം കഴിക്കാനുള്ള ചട്നിയും കൂടെ ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഇങ്ങനെ ഇഡ്ഡലി മാത്രമാണോ ഉണ്ടാക്കുന്നതെന്ന് ചില ആൾക്കാർ വിചാരിക്കും. ആഴ്ചയിൽ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം മോൾക്കായാലും കഴിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും ഈ ഒരു സാധനം. അപ്പോൾ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിക്കും. എനിക്ക് ഏറ്റവും ഒരു എളുപ്പമായിട്ട് തോന്നൽ ഇതുണ്ടാക്കലാണ്. അപ്പോൾ പിന്നെ ചോറുണ്ടാക്കുന്നത് എനിക്ക് കൂടുതൽ ബെറ്ററാണ്. രാവിലെ തന്നെ ചോറും കറിയും വറവൊക്കെ കഴിഞ്ഞാൽ ഒരു സമാധാനമാണല്ലോ, കുറേ ടൈം കിട്ടിയ പോലെ ഫീലാവും. ഇപ്പോൾ പിന്നെ ഡെയിലി ചോറുണ്ടാക്കലില്ല, മോക്കത് ഇഷ്ടമില്ലാണ്ടായി. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അപ്പോൾ ഉള്ളെന്നോട് പറയും എനിക്ക് കഴിക്കാനുള്ള എളുപ്പവും ഇത് തന്നെയാണെന്ന് പറയും. അങ്ങനെ നമ്മളുടെ ഈ ഒരു തക്കാളി ചട്നിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കുകയാണ്. ആദ്യം ഞാൻ ഇഡ്ഡലി ആയിരുന്നു ഉണ്ടാക്കിയത്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് തക്കാളി ചട്നി ഉണ്ടാക്കിക്കോ, ബൈ ചാൻസ് കറണ്ട് പോവുകയാണെങ്കിലോ പിന്നെ കൊടുക്കാൻ വേറെ കറികളൊന്നും ഇല്ലല്ലോ, വേറെ ഒന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ലല്ലോ, കുറച്ച് പെട്ട് പോകണ്ടെന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, എന്തായാലും പ്രശ്നമൊന്നുമില്ല, ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇത് സെറ്റാക്കുക. കാരണം ഇഡ്ഡലി ഒരു സൈഡിലാക്കി വെച്ച് പിന്നെ തക്കാളി ചട്നി അതിൻ്റെ മസാലയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് അത് അടുപ്പത്ത് അയക്കാൻ അത് അവിടുന്ന് വേവല്ലേ വേണ്ടു, പിന്നെ നമുക്കതൊന്ന് മിക്സിയിലിട്ട് അടിക്കല്ലേ വേണ്ടു. അപ്പോൾ പിന്നെ ഞാൻ റിലാക്സ് ആയിട്ട് കുറച്ച് സമയം ചായയൊക്കെ കുടിച്ചിരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമാധാനപരമായിരുന്നു. അങ്ങനെ ഞാൻ ഇഡ്ഡലിയൊക്കെ നോക്കി തക്കാളി ചട്നി ഉണ്ടാക്കി. അതുണ്ടാക്കി ആ ഒരു സമയത്ത് ഞാനിങ്ങനെ മിക്സിയിലിടാൻ വേണ്ടി പോകുന്ന സമയത്ത് കറക്റ്റ് കറണ്ട് പോയി. ഞാൻ ആകെപ്പെട്ട്, എൻ്റെ മൈൻഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് പോയിനെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ അതിന് മുമ്പേ ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കി വെച്ചോന്ന് ഇങ്ങനെ ഞാൻ എന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം പിന്നെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള മൈൻഡ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഇട്ടിൻ്റെ പണി പോലെ തന്നെ കറണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നില്ല ഒരു ഐഡിയ ഇല്ല. അപ്പുറത്തെ വീട്ടിലും വിളിച്ച് നോക്കി അവിടെ ഇല്ല. അങ്ങനെ ഞാൻ നമ്മളെ മോളെ മദ്രസയിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോകാനായ സമയത്ത് ഞാൻ ഇത്താത്തയുടെ അടുത്തേക്ക് പോയിട്ടായിരുന്നു ആ ഒരു ചട്നി ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പം അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് കറക്റ്റ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, കാരണം കറണ്ട് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ലല്ലോ. പിന്നെ മോൾക്ക് കൊടുക്കാൻ വേറെ ഫുഡും ഇല്ല, പിന്നെന്താ പറയുക ലേറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ എല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വേറെ ഇനി കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്ത് നിന്നാൽ പിന്നെ എൻ്റെ ടൈം
ആ പോക്ക്. അപ്പോൾ പിന്നെ വേഗം താത്തൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. താത്ത അടുത്തില്ലോണ്ട് കുഴപ്പമില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഇഡ്ഡലി ഉണ്ടാക്കിയ സമയത്തും സെയിം എന്നായിരുന്നു. ഞാനിങ്ങനെ അന്നേരം സ്കൂളില്ലാത്ത സമയത്തായിരുന്നു ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാനിങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയതിന് ശേഷമായിരുന്നു ചട്നി ഉണ്ടാക്കിയത്. ചട്നി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, അത് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ, ബ്ലെൻഡ് ചെയ്യല്ലേ വേണ്ടു വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയി. പിന്നെ ചട്നി ഇല്ലാണ്ടായിരുന്നു അന്നത്തെ ദിവസം നമ്മൾ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ആ ഒരു ചട്നി അതുപോലെ തന്നെ ആ മസാല കറക്റ്റ് ആ ഒരു തക്കാളി മസാല ഞാൻ എടുത്തു വെച്ചിട്ട് പിറ്റേന്നായിരുന്നു ഞാനത് ബ്ലെൻഡ് ചെയ്ത് ചട്നി ആക്കിയിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇഡ്ഡലി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഇഡ്ഡലിയാണോ ഗീ റോസ്റ്റ് ആണോ എന്നറിയില്ല, അങ്ങനെ ഉണ്ടാക്കി കഴിക്കായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഞാൻ ചതിക്കപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ കാര്യമായ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ എത്താത്തനെ വിളിച്ചപ്പോൾ അവിടെ കറണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് സാധനം എടുത്തിട്ട് അവിടത്തേക്ക് പോകണം. പിന്നെ മോളെ സ്കൂളിലേക്ക് വേണ്ട ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല ഇരുട്ടടിച്ചിട്ട് തന്നെ മഴ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് സമയം ഞാൻ ഈ ഒരു പാത്രം കഴിക്കുന്നതിന് ശേഷം കുറച്ച് ടൈം ഞാൻ പുറത്ത് പോയിട്ട് എന്താ പറയുക മഴയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മോളെ കൂട്ടാൻ വേണ്ടി പോകേണ്ട അലാറം അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ് എനിക്ക്, പിന്നെ ടൈമില്ലാത്ത പോലെ ഫീൽ ചെയ്യലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്താത്തൻ്റെ അടുത്തേക്കും ഒന്ന് പോകണമല്ലോ, അപ്പോൾ പിന്നെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ടൈം എത്തൂലേ, പാക അവളെ വരുമ്പോഴത്തേക്കിൽ സെറ്റ് ആവൂലേ എന്നുള്ളൊക്കെ ഒരു ടെൻഷനായിരുന്നു. അതുകൊണ്ട് വേഗം ചടപടേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സെറ്റാക്കി വെക്കാണ്. ഇഡ്ഡലിയൊന്നും ഞാൻ തട്ടുന്നെടുത്ത് മാറ്റിയിട്ടില്ല, സംഭവം മോള് വന്നതിന് ശേഷം മാറ്റാൻ വിചാരിച്ച്, കാരണം ആ ചൂടോട് കൂടെ ചെയ്യുമ്പം അതിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ മോളെ കൂട്ടിയിട്ട് വരത്താണ്. ആദ്യം ഇത്തത്ര അടുത്ത് പോയി, പിന്നെ ആയിരുന്നു മോളെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായത്. ആദ്യം ഞാൻ വിചാരിച്ചത് അത് അവിടെ കൊടുത്തിട്ട് മോളെ കൂട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് അത് വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരാമെന്നായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്നും ഇങ്ങോട്ടേക്ക് വരണ്ടേ, അപ്പോൾ പിന്നെ ഇത് എടുത്തിട്ട് തന്നെ വേഗമാവുമല്ലോ വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് തന്നെ ആയിരുന്നു തിരിച്ച് പോയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് ഇനിയിപ്പോൾ എല്ലാം സെറ്റാക്കി വെക്കണം. അതിൻ്റെ ഇടയിൽ മോളോട് ഞാൻ പറഞ്ഞു മോളിന് ഒറ്റയ്ക്ക് തിന്നുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം എടുക്കും ആളൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, സമാധാനത്തിൽ എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി പൊട്ടിച്ച് അങ്ങനെ നുള്ളി തിന്നുന്നതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും, കുറച്ച് സ്ലോ ആണ്. അപ്പോൾ പിന്നെ ഞാൻ ഈ രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കൽ. ഫുഡ് കൊടുക്കലായാലും ബ്രഷിങ് ആയാലും എല്ലാം കുളിക്കൽ ഞാൻ തന്നെ ചെയ്ത് കൊടുക്കും. കാരണം രാവിലെ ആ ഒരു ഉറക്കത്തെ എണീക്കലും എല്ലാം കൂടെ അവർ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവരെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവൽ. അപ്പോൾ ഇവൾ കുറച്ചും കൂടെ സ്ലോ ആയതുകൊണ്ട് എന്താക്കും ഞാൻ തന്നെ സ്പീഡിൽ വേഗം ചെയ്തു കൊടുക്കും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ കുറച്ച് ആകുമ്പോൾ അവർ ഒരു പ്രായമാകുമ്പോൾ അവരങ്ങ് മാറി പോവല്ലോ. അങ്ങനെ ഇന്ന് സ്നാക്സിന് ഞാൻ മാങ്ങയായിരുന്നു വെച്ചിട്ടുണ്ടായത്. മാങ്ങ കുറച്ച് ഉടഞ്ഞതുപോലെയുള്ള മാങ്ങ അവർ കഴിക്കൂല, 2 ആൾക്കാരും കഴിക്കൂല. അപ്പോൾ കുറച്ചിങ്ങനെ തൊടുന്ന സമയത്ത് ഉടയാത്ത രീതിയിൽ കുറച്ച് ഹാർഡായിട്ടില്ല ഒരു പുറംഭാഗമുള്ളത് മാത്രമാണ് അവർ കഴിക്കൽ. അപ്പോൾ അധികം സ്നാക്സിന് ഞാൻ മാങ്ങ കൊടുക്കൽ കുറവാണ്. ഇങ്ങനെ ഉടഞ്ഞ മാങ്ങയൊക്കെ ആണെങ്കിൽ അവൾ കഴിക്കുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അത് നല്ലോണം എന്തോ പോലെ ആവുമല്ലോ. അപ്പോൾ പിന്നെ അതെനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല. ഇത് കുറച്ച് കട്ടിയില്ല മാങ്ങയായതുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ടായത്. അങ്ങനെ തക്കാളി ചട്നിയും അതുപോലെ ഇഡ്ഡലിയും കൊണ്ട് കുറച്ച് സമാധാനമാണ് ഇന്ന്. പണികളൊക്കെ കുറവാണ്. പിന്നെന്താ പറയുക, ഉച്ചക്കത്തെ ആ ഫുഡ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ രാവിലെ തന്നെ എല്ലാം ആയി എന്നുള്ളൊരു സമാധാനമായി. പിന്നെ അവർ ഉച്ചക്ക് ചോറ് സ്കൂളിൽ നിന്നാകുമ്പോൾ ചോറ് വൃത്തിക്ക് കഴിക്കുമല്ലോ, മാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് പിന്നെ ഫുഡൊക്കെ ഉച്ചക്ക് കഴിക്കുന്നുണ്ട്. ചില 2-3 പ്രാവശ്യമായിട്ട് ചോറ് അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ബ്രേക്ക് പോലെ ഒരു ദിവസം ചോറ്, ഒരു ദിവസം നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അത്, പിന്നെ ചോറ്, പിന്നെ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഡെയിലി ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് വേഗം മടുത്ത പോലെ എനിക്ക് ഫീലായി. അതുകൊണ്ടാണ് അവർക്ക് കഴിക്കാനൊരു സുഖവും ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞെന്നാൽ പിന്നെ നീ ഇടവിട്ടിട്ടാക്കി കൊടുത്താൽ മതി എന്നാണ്. രാവിലെ കുറച്ച് റഷാണ്, നമ്മൾ ചോറ് കൊടുക്കുന്ന സമയത്ത് എല്ലുമായി വരണമല്ലോ. അപ്പോൾ ഓരോ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം ഒന്ന് ബെഡിൽ കിടക്കണം, എന്നാലേ ഒന്ന് ശരിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എനിക്കെന്തായാലും പ്രശ്നമില്ല, അത് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താലും കുഴപ്പമില്ല എന്നല്ല മൈൻഡായി. ഇപ്പോൾ അങ്ങനെ ഇതൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് ഇനി എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടികൾ നോക്കണം. മോള് പോയതിന് ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ പോകുന്നുണ്ടായിരുന്നു.
ഇക്കാക്കൊരു 2:30 ആ ടൈം ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഒരു 3 മണി 3:30 ആകുമ്പോഴായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായത്. അപ്പം ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ എപ്പോഴും പോക്ക് സ്കൂട്ടി എടുത്തിട്ടായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത് ബസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് സ്റ്റോപ്പിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് ബസ് കയറി പോവും. പക്ഷെ ഇന്നലെ ഞാൻ നമ്മളടുത്തുള്ള ടൗണിൽ തന്നെയാണ് വണ്ടി വെച്ചിട്ടുണ്ടായത്. അതാണ് എനിക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് വണ്ടി വെച്ചിട്ട് അങ്ങനെ പോവായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയ പാടന്നെ തിരിച്ചു വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം രാവിലെ പോയി വൈകുന്നേരം തന്നെ തിരിച്ചു വരണമല്ലോ. കാരണം മോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ എത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോക്ക് വരവൊക്കെ എന്താ പറയുക, കുറച്ചൊരു പാടായിരിക്കും എനിക്ക്. കാരണം ബസ്സിലും കൂടെ പോകുമ്പോൾ കുറച്ച് അതേപോലെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുഴപ്പമില്ല, മോനെ മാത്രം കൂട്ടിയിട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ല. ആളൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായത്. തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ വേഗം വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ഉപ്പ പറഞ്ഞ് ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കാരണം ലേറ്റ് ആയാലും പ്രശ്നമില്ലല്ലോ, ഉപ്പുണ്ടല്ലോ കൂടെ. അങ്ങനെ ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോണതാണ്. അപ്പം വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്കെന്താ പറയുക പ്രോപ്പറായിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നല്ല മഴയായിരുന്നു. നമ്മൾ 2 ആൾക്കാരും നല്ലോണം ആസ്വദിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായത്. അപ്പോൾ എനിക്ക് വണ്ടി എടുത്തിട്ട് പോകാനാണ് ഇഷ്ടം. പിന്നെ മഴയുള്ളതുകൊണ്ട് മോനെയും കൂടെ മഴ നനയുമല്ലോ, അപ്പോൾ പിന്നെ അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ബസ്സിന് പോയിട്ടുണ്ടായത്. ഓടിക്കതിച്ച് പുറക്കേക്ക് പോകുന്ന പറയുമ്പോൾ ഒരു സുഖമാണ്, രസമാണ്. കാരണം എനിക്കിങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് ഒരു ബോറടിക്കുമ്പോൾ അവർ ഇടയ്ക്കിടെങ്കിലും പോയൊരു സമാധാനമാണല്ലോ. അങ്ങനെ പുറക്കെത്തി ഉപ്പായിട്ട് കുറച്ച് തകിട്ട് അതിന് ശേഷിക്കാക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതാ പെട്ടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഈ പേർപ്പിൾ ഷർട്ട് ഇട്ടതാണ് എൻ്റെ ഏട്ടൻ. അങ്ങനെ ആളിതാ പോയിട്ടുണ്ട്. മാഷാ അല്ലാ, ആൾ പോയി കുറച്ച് കഴിഞ്ഞ പാടന്നെ ഞാൻ ഉപ്പയും കൂടെ ഇറങ്ങി. നമ്മളെ കസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിച്ചിട്ടായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു ഇറങ്ങാൻ. അങ്ങനെ ഉപ്പനയുടെ കൊണ്ടാക്കി തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.